ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ മനോഹരമായ ഒരു വചനം, ഒരു സന്ദേശം നമുക്ക് തരുന്നുണ്ട്. അപ്പോസ്തലൻ തിമോത്തിയോസിനെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. കോടീശ്വരന്മാർ മുതൽ ധർമ്മക്കാർ വരെ സർവ്വ മനുഷ്യരും വെച്ചു പുലർത്തുന്ന ഒരു മനോഭാവമുണ്ട്. ഏത് മാർഗം ഉപയോഗിച്ച് എൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാം, എൻ്റെ ഇപ്പോഴുള്ള എൻ്റെ പണം അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലുള്ള ചുറ്റുപാടുകൾ അതെങ്ങനെ എനിക്ക് വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും. വലിയ ധനവാന്മാർക്ക് വലിയ വലിയ വഴികളുണ്ട്, ചെറിയ ചെറിയ മനുഷ്യർക്ക് അവരുടേതായ കൊച്ചു കൊച്ചു വഴികളും ഉണ്ട്. ഇങ്ങനെ ഒരുപാട് വഴികളിലൂടെ ഓരോരുത്തരും തങ്ങൾക്ക് കിട്ടിയ സമ്പത്ത് അല്ലെങ്കിൽ തങ്ങൾക്കിപ്പോഴുള്ളിരിക്കുന്ന ആ സാമ്പത്തിക അവസ്ഥ അതിനെ വർദ്ധിപ്പിക്കുവാനുള്ള കുറുക്കു വഴികളും വലിയ വഴികളും ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് മാർഗം ഉപയോഗിച്ചാൽ എൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാനാകും? നല്ലൊരു ശതമാനം മനുഷ്യരുടെയും ചിന്തയും ദിവസത്തെ എല്ലാ പ്രവൃത്തികളും ഈ ഒരു കാര്യത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ട്. ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിശ്വാസത്തിൽ നിന്ന് തന്നെ അകന്നു പോകുവാൻ കാരണമാകുന്ന ധനമോഹം എത്രയോ അപകടകരമായ ഒരവസ്ഥയിലേക്ക് നമ്മളെ തള്ളിവിടും എന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് തന്നെ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോ മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 21-ാമത്തെ വചനത്തിൽ പറയുന്നത്, നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയവും. നമ്മൾ ആ വചനത്തെക്കുറിച്ചൊന്ന് ധ്യാനിച്ച് നോക്കുകയാണെങ്കിൽ കർത്താവ് പറഞ്ഞ ആ വചനത്തിന് എത്രയോ ആഴമാണ്. നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയവും. അപ്പോൾ ഒരു ധനവാനാണെങ്കിലും ഒരു പാവപ്പെട്ടവനാണെങ്കിലും അവൻ്റെ സമ്പത്തിനോടുള്ള താല്പര്യം വർദ്ധിച്ചു കഴിയുമ്പോൾ അവൻ്റെ ചിന്ത മുഴുവനും അവൻ്റെ ഹൃദയം മുഴുവനും അവൻ്റെ സമ്പത്തിലായിരിക്കും. അവൻ എവിടെയൊക്കെയാണോ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്, വലിയ എസ്റ്റേറ്റുകളാവാം, ബിസിനസ്സുകളാവാം, വലിയ കാർഷിക മേഖലകളാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊച്ചു കൊച്ചു ബിസിനസ്സുകളാകാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഏർപ്പാടുകളിൽ പെട്ടു നടക്കുകയാണ്. പക്ഷേ അവൻ്റെ ഹൃദയം മുഴുവനും അവൻ്റെ ആ ബിസിനസ് മേഖലകളിലും കാർഷിക മേഖലകളിലും എസ്റ്റേറ്റുകളുമൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ആ ഹൃദയത്തിൽ ദൈവമേ എന്നൊന്ന് ചിന്തിക്കാനുള്ള ഒരവസരം പോലും ഉണ്ടാവത്തില്ല. അതാണ് ഈശോ പറയുന്നത്, നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയവും. ഭൂമിയിൽ തുരുമ്പ് പിടിക്കാത്ത, കീടങ്ങൾ നശിപ്പിക്കാത്ത നല്ല നിക്ഷേപം സ്വർഗത്തിൽ കരുതി വയ്ക്കാൻ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ പൗലോസ്ലീഹ തിമോത്തിയോസിനെയും ഓർമ്മിപ്പിക്കുകയാണ്, നീ ഇങ്ങനെ ആവരുത്. ഈ ഭൂമിയിലൂടെ ഒരുപാട് മനുഷ്യർ ഓടിപ്പാഞ്ഞ് നടപ്പുണ്ട് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ, ബിസിനസ്സിൻ്റെ പുതിയ പുതിയ മേഖലകൾ കണ്ടെത്താൻ, തൻ്റെ സമ്പത്തിനെ വർദ്ധിപ്പിക്കാൻ. ഇതിനൊക്കെ ഒരുപാട് മനുഷ്യർ ഓടിപ്പാഞ്ഞ് നടക്കുമ്പോൾ പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു, നീ അങ്ങനെ ആവരുത്. വിശ്വാസത്തിൽ നിന്ന് നീ അകന്നു പോകാം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും അതുമാത്രമല്ല ഒട്ടേറെ വ്യതകളിലൂടെ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. അപ്പം നമ്മുടെ വ്യാപാരങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച്, ഏർപ്പാടുകൾ വർദ്ധിക്കുന്നതനുസരിച്ച്, സമ്പത്തിനോടുള്ള ആഗ്രഹം വർദ്ധിക്കുന്നതനുസരിച്ച് ഒരുപാട് മേഖലകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലും. അപ്പോൾ എത്രത്തോളം ജീവിതത്തിൻ്റെ മേഖലകൾ നമുക്ക് വർദ്ധിക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ വ്യതകളും ടെൻഷനും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് വ്യതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഈ വ്യതകൾ നമ്മൾ കൂടിക്കൂടി വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും രോഗികളായിത്തീരുന്നത്. അപ്പോൾ ഏതൊരു പാപവും നമ്മുടെ ഹൃദയത്തിലൊരു മുറിവേൽപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഏത് പ്രമാണം ലംഘിച്ചാലും, തിരുസഭയുടെ ഏത് പ്രമാണം ലംഘിച്ചാലും അതെൻ്റെ ഹൃദയത്തിലൊരു മുറിവായിട്ട് തീരുന്നുണ്ട്. അപ്പം മോഷ്ടിക്കുന്ന ഒരു മനുഷ്യന്, പിടിച്ചു പറിക്കലിലൂടെ സമ്പത്തുണ്ടാക്കുന്ന മനുഷ്യന്,
നുണ പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ തരത്തിൽ തൻ്റെ സമ്പത്തിലേക്ക് കൂടുതൽ പൈസ അല്ലെങ്കിൽ കൂടുതൽ സമ്പാദ്യം കൂട്ടിച്ചേർക്കുന്നവന്, അപ്പോൾ മറ്റുള്ളവരുടെ മോഷ്ടിച്ചിട്ടാണെങ്കിലും പിടിച്ചു പറിച്ചിട്ടാണെങ്കിലും നുണ പറഞ്ഞിട്ടായാലും തനിക്ക് അവകാശപ്പെടാത്തത് കൈവശപ്പെടുത്തിയിട്ടാണെങ്കിലും അധികാരം പ്രയോഗിച്ച് കൈവശപ്പെടുത്തിയിട്ടാണെങ്കിലും ധനമോഹത്തിലൂടെ എത്രയെത്ര ഓടി നടന്നാലും സമ്പത്ത് വാരിക്കൂട്ടിയാലും ഒരിക്കലും അവനൊരു തൃപ്തി വരത്തില്ല. എന്നാൽ ഇത് മതി, ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കിയല്ലോ, എനിക്കിതിൻ്റെ ആവശ്യമുള്ളൂ, ഇനി ഞാൻ ഈ ഓട്ടം നിർത്താൻ പോവുകയാണ്. അത് ആരും ഒരിക്കലും ചിന്തിക്കില്ല. അവസാന ശ്വാസം വരെയും അവൻ്റെ സർവ്വശക്തിയും ക്ഷയിക്കുന്നതുവരെയും അവൻ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ തന്ത്രങ്ങൾ പയറ്റി പുതിയ വഴികൾ തുറന്ന് അവനിങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ തിമോത്തിയോസിനെ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നു, എന്നാൽ ദൈവിക മനുഷ്യനായ നീ ഇവയിൽ നിന്ന് ഓടിയകലണം. ദൈവിക മനുഷ്യനായ നീ ഇവയിൽ നിന്ന് ഓടിയകലണം. അത് തിമോത്തിയോസിന് കൊടുക്കുന്ന ഒരു വലിയ മുന്നറിയിപ്പാണ്. നീ മറ്റു മനുഷ്യരെ പോലെ, ഈ സമ്പത്തുണ്ടാക്കാൻ ഓടി നടക്കുന്ന മനുഷ്യരെ പോലെയല്ല നീ. അങ്ങനെ പലവിധ വ്യാപാരങ്ങളിൽ മുഴുകിക്കഴിയുന്ന മനുഷ്യൻ, നീ ദൈവിക മനുഷ്യനാണ്. നിൻ്റെ ഒരേ ഒരു ചിന്ത ദൈവമായിരിക്കണം. ദൈവത്തിൻ്റെ വഴിയിലേക്ക് നിന്നെ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ നയിക്കുന്നതായിരിക്കണം നിൻ്റെ ചിന്ത. അതുകൊണ്ട് നിൻ്റെ ചിന്ത എപ്പോഴും ദൈവികമാണ്. നീ ഒരു ദൈവിക മനുഷ്യനാണ്. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് ഓടി അകലണം. നടന്നകന്നാലും പോരാ, ആ പ്രദേശത്തെങ്ങും നീ നിന്ന് പോകരുത്. ഈ സമ്പത്തിനെക്കുറിച്ചുള്ള വലിയ വ്യാപാരങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ വലിയ താല്പര്യങ്ങൾ കാണിക്കുന്ന ആ മനുഷ്യരുടെ ചുറ്റുവട്ടം നീ നിൽക്കുക പോലും അരുത്. നീ അവയിൽ നിന്ന് ഓടി അകലണം. അപ്പം ദൈവിക മനുഷ്യന് സമ്പത്തിനോടുണ്ടാകേണ്ട മനോഭാവം എന്താണെന്ന് ദൈവത്തിന് ഒരു പദ്ധതിയും പ്ലാനുമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ദൈവിക മനുഷ്യനായ ഞാൻ ഏത് തരത്തിലായിരിക്കണം? എൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്ത്, എനിക്ക് ദൈവം തന്നിരിക്കുന്ന ജീവിത സൗകര്യങ്ങൾ, എൻ്റെ വലിയ വലിയ സമ്പാദ്യങ്ങൾ, ഇതൊക്കെ ഞാൻ ഏത് വിധത്തിൽ ചെലവഴിക്കണമെന്ന് ദൈവത്തിന് ഒരു പദ്ധതിയും പ്ലാനുമുണ്ട്. എൻ്റെ ജീവിതം വെച്ച് നോക്കുമ്പോൾ അത് ഞാൻ കണ്ടുപിടിച്ച് ആ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റി ജീവിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നതും എന്നെ വിളിച്ചിരിക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത്, നിനക്ക് കിട്ടിയ ഈ വിളി, അതിൽ നീ ജാഗരൂകതയായിരിക്കണം. അതിൽ ഒഴിവാക്കേണ്ട ഒരു വലിയ പ്രശ്നമാണ് സാമ്പത്തിക മേഖല എന്ന് തിമോത്തിയോസിനെ ഓർമ്മപ്പെടുത്തുകയാണ്. സമ്പത്തിൻ്റെ പിന്നാലെ ഓടി ജീവിതത്തിൽ വലിയ തിന്മ വരുത്തി വെച്ച ഒരു മനുഷ്യൻ്റെ കഥ രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 5-ാമത്തെ അധ്യായം വിവരിക്കുന്നുണ്ട്. വളരെ മനോഹരമാണ് ആ സംഭവം. നമുക്കൊത്തിരി ധ്യാനിക്കാനും ചിന്തിക്കാനുമുള്ള ഒരു സംഭവമാണ്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ അവിടെ എലീഷ പ്രവാചകൻ സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്ന നാമാനെ കുഷ്ഠരോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തുന്നുണ്ട്. സിറിയ മറ്റൊരു രാജ്യമാണ്. എങ്കിലും എലീഷ പ്രവാചകൻ ഒരുപാട് രോഗശാന്തിയൊക്കെ നൽകുന്നു എന്ന് കേട്ടറിഞ്ഞ് നാമാൻ ഈ എലീഷ പ്രവാചകൻ്റെ അടുത്ത് ഒരുപാട് സമ്മാനങ്ങളുമൊക്കെയായിട്ട് വരികയാണ്. അവനും സൗഖ്യം പ്രാപിക്കാൻ. കുഷ്ഠമാണ് അവൻ്റെ രോഗം. അപ്പോൾ ഈ കുഷ്ഠരോഗത്തിൽ നിന്ന് അവന് രക്ഷപ്പെടണം. അതിന് എലീഷ പ്രവാചകൻ സൗഖ്യം നൽകുന്നുണ്ട് എന്ന് കേട്ട് എലീഷ പ്രവാചകൻ്റെ അടുത്ത് വരികയാണ്. വിജാതികർ പ്രവാചകനെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്ത് സൗഖ്യത്തിനായിട്ട് വന്നു. അപ്പോൾ പ്രവാചകന് വളരെ ഔദ്യോഗിക കൃത്യങ്ങളൊന്നും നിർവഹിച്ചില്ല. അവനോട് പറഞ്ഞു, ദാസന്മാരെ എന്ന് സൈന്യാധിപനായ നാമാൻ വന്നിട്ടുണ്ട് എന്നറിയിച്ചു. അപ്പോൾ അവരോട് തന്നെ പറഞ്ഞു വിട്ടു, അവനോട് ജോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിച്ച് എഴുന്നേറ്റ് പോയാൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ നാമാന് ദേഷ്യം പിടിച്ചു. നാമാൻ വിചാരിച്ചു പ്രവാചകൻ ഇറങ്ങി വന്ന് തൻ്റെ ശിരസിൽ കൈവച്ച് തന്നെ സുഖപ്പെടുത്തി വിടുമെന്ന്. ഇതൊന്നും ഉണ്ടായില്ല. നീ പോയി ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞു. അപ്പം നാമാന് ദേഷ്യം പിടിച്ച് നാമാൻ പറഞ്ഞു, സിറിയയിലെങ്ങും പുഴയില്ലാഞ്ഞിട്ടാണോ ഞാൻ ഇവിടെ ഈ ജോർദാൻ നദിയിൽ മുങ്ങാനായിട്ട് വന്നത്? എൻ്റെ നാട്ടിൽ എത്രയോ വിശിഷ്ടമായ നദികളുണ്ട്, ഞാൻ അവിടെ പോയി മുങ്ങിയാൽ പോരെ. എങ്കിലും അവന് ദേഷ്യം പിടിച്ച് തിരിച്ചു പോയപ്പോൾ അവൻ്റെ ദാസന്മാരിൽ ഒരുവൻ പറഞ്ഞു, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ യജമാനെ പ്രവാചകൻ പറഞ്ഞത്. പുഴയിൽ പോയി 7 പ്രാവശ്യം മുങ്ങാനല്ലേ പറഞ്ഞുള്ളൂ, അതുകൊണ്ടൊന്ന് മുങ്ങി നോക്ക്, എന്തായിരിക്കും സംഭവിക്കാമെന്നറിയാമല്ലോ. അപ്പോൾ ആ ദാസൻ്റെ അഭ്യർത്ഥന മാനിച്ച് നാമാൻ പോയി പുഴയിൽ മുങ്ങി. 7-ാമത്തെ പ്രാവശ്യം പൊങ്ങിയപ്പോഴേക്കും അവൻ്റെ കുഷ്ഠം മുഴുവൻ പരിപൂർണമായിട്ടും സുഖപ്പെട്ടിരുന്നു. സുഖം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ നാമാന് വലിയ സന്തോഷമായി. അവൻ അവിടെ നിന്ന് പറഞ്ഞു, 5-ാമത്തെ അധ്യായം 15-ാമത്തെ തിരുവചനം, ഭൂമിയിൽ ഇസ്രായേലിൻ്റേതല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാനിപ്പോൾ അറിയുന്നു. ഭൂമിയിൽ ഇസ്രായേലിൻ്റെ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ഞാനിപ്പോൾ അറിയുന്നു. ഞാനത് മനസ്സിലാക്കിയിരിക്കുന്നു.
ഞാൻ ഈ ദൈവത്തെ എന്നും ആരാധിക്കും. എന്നിട്ട് അവൻ പറയുകയാണ് പ്രവാചകനോട്, അങ്ങയുടെ ദാസനിൽ നിന്ന് ഒരു സമ്മാനം സ്വീകരിച്ചാലും, അങ്ങയുടെ ദാസനിൽ നിന്ന് ഒരു സമ്മാനം സ്വീകരിച്ചാലും. സൗഖ്യവും അനുഗ്രഹവും കിട്ടിക്കഴിയുമ്പോൾ സൗഖ്യം പ്രാപിച്ചവൻ എന്തും ചെയ്യാൻ തയ്യാറാകും ഒരു വികാരത്തിൻ്റെ പുറത്ത്. കാരണം അവന് ഒത്തിരിയേറെ കഷ്ടപ്പെട്ടതാണ് ഈ കുഷ്ഠരോഗം കൊണ്ട്. അതിൽ നിന്ന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് അവൻ ഒത്തിരിയേറെ സ്വർണവും വെള്ളിയും വിശിഷ്ട വസ്ത്രങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സമ്മാനങ്ങൾ സ്വീകരിക്കണമെന്ന് അവൻ പ്രവാചകനോട് ആവശ്യപ്പെട്ടു. സൗഖ്യത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുക, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം കൊടുത്തത് ദാനമായിട്ട് കൊടുത്തതാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന കർത്താവാണേൽ ഞാൻ ഈ സമ്മാനങ്ങളൊന്നും സ്വീകരിക്കുകയില്ല. നാമാൻ നിർബന്ധിച്ചെങ്കിലും എലീഷ വഴങ്ങിയില്ല. അങ്ങനെ കിട്ടിയ അനുഗ്രഹത്തിന് നന്ദിയുള്ളവരായി ജീവിക്കുക. നാമാന് വലിയ നന്ദിയുണ്ട്. എന്തും കൊടുക്കാൻ അവൻ തയ്യാറാണ്. സൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ, ദൈവമേ, ഇത്രയും വലിയൊരു വ്യാധിയിൽ നിന്ന് എനിക്ക് സൗഖ്യം കിട്ടിയല്ലോ, അതുകൊണ്ട് ഞാൻ എന്തും ചെയ്യാമെന്ന ഒരു മനസ്സ് നാമാൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രവാചകന് വേണമെങ്കിൽ അത് ശരിക്കും മുതലാക്കാമായിരുന്നു. പ്രവാചകൻ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന എൻ്റെ കർത്താവാണേൽ ഞാൻ ഒരു സമ്മാനവും ആരിൽ നിന്നും വാങ്ങിക്കില്ല. നാമാൻ നിർബന്ധിച്ചു, എങ്കിലും വഴങ്ങിയില്ല. അപ്പോൾ അനുഗ്രഹം പ്രാപിക്കുന്നവൻ ബലഹീനനാകുന്ന ഒരു നിമിഷമാണത്. ആരിലൂടെ അത്ഭുതം സംഭവിച്ചോ അവരും ബലഹീനരാവുകയും അവരും ഇഷ്ടംപോലെ സമ്പത്ത് വാരിക്കൂട്ടാൻ അവർക്കൊരവസരമാവുകയും ചെയ്യും. എലീഷ പ്രവാചകൻ്റെ മനോഭാവം പല ശുശ്രൂഷകരിലും ഇല്ലാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. എലീഷ പ്രവാചകൻ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന എൻ്റെ കർത്താവാണേൽ ഞാനൊന്നും വാങ്ങിക്കുകയില്ല. അങ്ങനെ അവന് നാമാനെ പറഞ്ഞു വിട്ടു. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു കള്ളനായ ദാസൻ അവനിരിപ്പുണ്ടായിരുന്നു. എത്ര വേണമെങ്കിലും എലീഷ പ്രവാചകന് വാങ്ങിക്കാമായിരുന്നു. എന്നാൽ ഒരു സംഗതിയും എനിക്ക് വേണ്ട, ഒരു സമ്മാനവും എനിക്ക് വേണ്ട. ഞാൻ സേവിക്കുന്ന എൻ്റെ കർത്താവാണേൽ എൻ്റെ കർത്താവ് എന്നിലൂടെ ദാനമായിട്ടാണ് കൊടുത്തത്. ഈശോയും പറഞ്ഞു, ശിഷ്യന്മാരെ കർത്താവ് പറഞ്ഞു വിട്ടപ്പോൾ പറഞ്ഞ വാക്കാണ്, ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. കർത്താവിൻ്റെ എല്ലാ ശുശ്രൂഷകളും, കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ സൗഖ്യങ്ങളും സൗജന്യമായും ദാനമായും കൊടുക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് എലീഷ പ്രവാചകൻ അങ്ങനെ പറയുന്നത്, ഞാൻ സേവിക്കുന്ന കർത്താവാണേൽ എനിക്ക് കിട്ടുന്നത് ഉന്നതത്തിൽ നിന്നാണ്. ഉന്നതത്തിലെ ദൈവമാണ് എനിക്കിതിന് അനുഗ്രഹങ്ങൾ തന്നത്. എനിക്ക് ദാനമായി കിട്ടി, ദാനമായി കൊടുക്കാൻ കർത്താവ് പറഞ്ഞു, ഞാൻ ദാനമായി കൊടുക്കുന്നു. അപ്പോൾ അനുഗ്രഹം പ്രാപിക്കുന്ന മനുഷ്യൻ ബലഹീനനാകുമ്പോൾ അതിനെ ചൂഷണം ചെയ്യുവാനുള്ള ഒരു മനസ്സ് ചിലപ്പോഴെങ്കിലും ചിലരിലെങ്കിലും നമ്മൾ കാണുന്നുണ്ട്. ഇത് ഒരിക്കലും സുവിശേഷാനുസൃതമല്ല എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പം നാമാൻ അങ്ങനെ കുറച്ച് ദൂരം യാത്ര തിരിച്ചു പോവുകയാണ്. സമ്മാനമൊന്നും കൊടുക്കാൻ പറ്റിയില്ല പ്രവാചകന്. അതിൻ്റെ ഒരു വിഷമമുണ്ട്. പ്രവാചകനൊന്നും സ്വീകരിച്ചില്ല. എല്ലാം കൊണ്ടുവന്നതുപോലെ കൊണ്ടുപോകുന്നു. പക്ഷേ അവൻ്റെ രോഗം പരിപൂർണമായിട്ടും സുഖപ്പെട്ടതിൻ്റെ ഒരു വലിയ സന്തോഷവും അവനുണ്ട്. 5-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. നാമാൻ കുറച്ച് ദൂരം പോയി അപ്പോൾ ദൈവപുരുഷനായ എലീഷയുടെ ഭൃത്യൻ ഗേഹസി ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ യജമാനൻ സിറിയക്കാരനായ നാമാൻ കൊണ്ടുവന്ന് ഒന്നും സ്വീകരിക്കാതെ വിട്ടയച്ചിരിക്കുന്നു. കർത്താവാണേ, ഞാൻ അവൻ്റെ പുറകെ ചെന്ന് അവനോട് എന്തെങ്കിലും വാങ്ങും. അപ്പോൾ ഗേഹസി അവനെ പിന്തുടർന്നു. എലീഷ പ്രവാചകൻ്റെ മനസ്സും എലീഷ പ്രവാചകൻ്റെ മനോഭാവവും എല്ലാം ഇവൻ കണ്ടിട്ടുള്ളതാണ്. ഞാൻ സേവിക്കുന്ന കർത്താവാണ്, ഞാൻ ഒന്നും സ്വീകരിക്കുകയില്ല എന്ന് പ്രവാചകൻ പറയുന്നത് അവൻ കേട്ടതുമാണ്. പക്ഷേ പ്രവാചകൻ പറഞ്ഞതിൻ്റെയും പ്രവാചകൻ്റെ മനസ്സിൻ്റെയും നേരെ എതിരാണ് പ്രവാചകൻ്റെ ശിഷ്യനായ ഗഹസിക്ക് ഉള്ളത്. അപ്പം നാമാൻ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ അവന് വലിയ ഇച്ഛാഭംഗമായി. ദൈവപുരുഷനായ എലീഷയുടെ ഭൃത്യൻ ഗഹസി ഇങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ യജമാനൻ സിറിയക്കാരനായ നാമാൻ കൊണ്ടുവന്ന് ഒന്നും സ്വീകരിക്കാതെ വിട്ടയച്ചിരിക്കുന്നു. കർത്താവാണേ, എലീഷ പ്രവാചകൻ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന കർത്താവാണേ, ഞാനൊന്നും സ്വീകരിക്കുകയില്ല. ശിഷ്യനും പറയുന്നു, കർത്താവാണേ, ഞാൻ അവൻ്റെ പുറകെ ചെന്ന് അവനോട് എന്തെങ്കിലും വാങ്ങും. ഗേഹസി നാമാനെ പിന്തുടർന്നു. അപ്പം ഗേഹസിയിൽ ആർത്തി നിറയുകയാണ്. വസ്തുക്കളോടുള്ള അവൻ്റെ താല്പര്യം, സമ്പത്തിനോടുള്ള അവൻ്റെ താല്പര്യം, അവനെല്ലാം മറന്നു. തൻ്റെ യജമാനനെ മറന്നു, ദൈവത്തെ മറന്നു. പ്രവാചകനിൽ നിന്ന് പഠിച്ച എല്ലാ നല്ല ഗുണങ്ങളും
ഈ സമ്പത്തിൻ്റെ മുമ്പിൽ അവൻ ഒരു നിമിഷത്തേക്ക് മറന്നു. ഒന്നുകൂടി ഒന്ന് ചിന്തിക്കാനുള്ള ഒരു സാവകാശം പോലും അവൻ്റെ മുമ്പിൽ ഇല്ലാതെ പോയി. അവൻ എന്താണ് ചെയ്തത്? കർത്താവാണെ, ഞാൻ അവൻ്റെ പുറകെ ചെന്ന് അവനോട് എന്തെങ്കിലും വാങ്ങും. അപ്പോൾ അവനിലെ ആർത്തി വളർന്നു, അവന് അത്യാർത്തി പൂണ്ടു. ഭയങ്കര നഷ്ടമാണ് വരുത്തി വെച്ചത് പ്രവാചകൻ എന്ന ചിന്തയാണ് അവന്. കഷ്ടം, വെറുതെ എല്ലാം നഷ്ടപ്പെടുത്തിയല്ലോ. അവൻ അതിനൊരു തീരുമാനമാക്കുകയാണ്, അങ്ങനെയല്ല, കർത്താവാണെ, ഞാൻ അവൻ്റെ പുറകെ ചെന്ന് എന്തെങ്കിലും വാങ്ങിക്കും. അപ്പോൾ ഗേഹസി അതിൻ്റെ പിന്നാലെ ചെന്നു. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 21-ാമത്തെ വചനം. പിറകെ ഒരാൾ ഓടി വരുന്നത് കണ്ട് നാമാൻ അവനെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്ന് ഇറങ്ങി. ഗേഹസി പിന്നാലെ ഓടി ചെല്ലുകയാണ്. അവനിലെ ആർത്തി പൂണ്ട് ഭീകരരൂപം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ പ്രവാചകനിലെ എല്ലാ നന്മയും അവൻ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞ് അവനൊരു ഭീകരരൂപം പൂണ്ട് നാമാൻ്റെ പിന്നാലെ ഓടിച്ചെന്നു. അത് ഗേഹസി എന്ന് പറഞ്ഞു, എഫ്രായിം മലനാട്ടിൽ നിന്ന് പ്രവാചകഗണത്തിൽപ്പെട്ട 2 ചെറുപ്പക്കാർ ഇപ്പോൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവർക്ക് 1 താലന്ത് വെള്ളിയും 2 വിശേഷ വസ്ത്രങ്ങളും തന്നയക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് യജമാനൻ പറഞ്ഞയച്ചിരിക്കുന്നു. അപ്പം നാമാൻ പറഞ്ഞു, 1 താലന്തല്ല, 2 താലന്ത് സ്വീകരിച്ചാൽ. അപ്പം ചോദിച്ചതിനേക്കാൾ കൂടുതൽ പ്രവാചകന് സമ്മാനം കൊടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമൊക്കെ ഇപ്പോൾ തീരുകയാണ്. അങ്ങനെ അവൻ ചോദിച്ചതിൻ്റെ ഇരട്ടി കൊടുത്ത് നാമാൻ അവനെ സന്തോഷത്തോടെ പറഞ്ഞയച്ചു. അവൻ്റെ ഭൃത്യന്മാരുടെ ചുമലിലത് വെച്ചു കൊടുത്തു. അങ്ങനെ നാമാൻ സന്തോഷത്തിൽ കൊടുത്തു. സമ്മാനം സ്വീകരിക്കാൻ നാമാൻ നിർബന്ധിച്ചപ്പോൾ കർത്താവാണ്, ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞ് നിരസിച്ച പ്രവാചകൻ്റെ പേര് പറഞ്ഞ് ഗഹസി എന്ന ഭൃത്യൻ പിന്നാലെ ചെന്ന് എല്ലാം തിരിച്ചു വാങ്ങി. അപ്പോൾ പ്രവാചകൻ്റെ പേരിന് ഒരു കളങ്കം അവൻ ചാർത്തി. പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അവൻ നുണ പറഞ്ഞാണ് അവൻ അവിടെ അത് വാങ്ങിക്കുന്നത്. ആർത്തി പൂണ്ടപ്പോൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് അവൻ പാപം ചെയ്യുന്നു. അവൻ്റെ പാപം പെരുകി പെരുകി വരികയാണ്. ആർത്തി പൂണ്ട് പോയി വാങ്ങുന്നത് വരെ, പിന്നെ പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വാങ്ങുന്നത് വരെ, അങ്ങനെ ഒരു പാപം നമ്മിൽ പ്രവേശിച്ചാൽ പാപത്തിൻ്റെ ഒരു ഘോഷയാത്ര പിന്നാലെ വരും. അതാണ് പാപത്തിൻ്റെ ഒരു പ്രത്യേകത. ഒരു പാപത്തിൽ തന്നെ ഒരിക്കലും നമ്മുടെ ജീവിതം നിൽക്കുകയില്ല. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യാം, ഒരു തിന്മ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആ തിന്മയിൽ ഒരിക്കലും അവസാനിക്കുന്നില്ല. അതിൻ്റെ പിന്നാലെ ചുറ്റുവട്ടത്തിൽ ഒരുപാട് തിന്മകൾ കടന്നു വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മിലൊരു പാപവും പ്രവേശിക്കാതെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടവന്നിട്ടുണ്ട്. ഇവിടെ ഈ പ്രവാചകൻ്റെ, ഏശാപ്രവാചകൻ്റെ ശിഷ്യനായ ഗഹസി, അവൻ വ്യഥകളാൽ തന്നെ മുറിപ്പെടുത്താൻ ആരംഭിച്ചു. 5-ാം അധ്യായം 25-ാമത്തെ തിരുവചനത്തിൽ ഗഹസി പ്രവാചകൻ്റെ അടുത്ത് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ചെന്നു. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, ഗഹസി, നീ എവിടെയായിരുന്നു? എലീഷയുടെ ചോദ്യം അവൻ്റെ ചങ്കിൽ തറച്ചു കയറി. ഗഹസി, നീ എവിടെയായിരുന്നു? അവൻ നിന്നെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്നിറങ്ങിയപ്പോൾ എൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ലേ? അതാണ് ഗഹസി പിന്നാലെ ആർത്തി പൂണ്ട് ഓടിച്ചെന്ന് നാമാൻ്റെ അടുത്ത് ചെന്ന് നാമാൻ രഥത്തിൽ നിന്നിറങ്ങുമ്പോൾ എലീഷായുടെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നു. അനുഗ്രഹം പ്രാപിച്ചു പോയ നാമാൻ, അവൻ സന്തോഷത്തോടെ ഇവൻ ചോദിച്ചതെല്ലാം നൽകി. ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാം കാണുന്നുണ്ട്. പ്രവാചകൻ്റെ പേരാണ് അവൻ കളങ്കപ്പെടുത്തിയത്. പക്ഷേ പ്രവാചകൻ പിന്നാലെ ചെല്ലുകയോ തിരിച്ചു കൊടുപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, ഗഹസി, നീ എവിടെയായിരുന്നു? അവൻ നിന്നെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്നിറങ്ങിയപ്പോൾ എൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ലേ? എൻ്റെ ആത്മാവ് എല്ലാം കണ്ടു. നീ ഇനി ഒരു വ്യാഖ്യാനവും അതിന് തരേണ്ട ആവശ്യമില്ല. ഞാൻ അറിയാതെ ചെയ്തതാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്നൊരാവശ്യം വന്നതുകൊണ്ട് ചെയ്തതാണ്. ഒരു ന്യായീകരണവും അതിൻ്റെ ഭാഗത്ത് വേണ്ട. സ്നേഹമുള്ള സഹോദരങ്ങളെ, ആർത്തി പൂണ്ട് നമ്മൾ സമ്പത്തിൻ്റെ പിന്നാലെ ഓടി നടക്കുമ്പോഴും മറ്റ് നിരവധി തെറ്റുകൾ ചെയ്യുമ്പോഴും എല്ലാ തെറ്റുകൾക്കും നമുക്കെപ്പോഴും ന്യായീകരണമുണ്ട്. നമ്മുടെ തെറ്റുകൾ നമ്മളെപ്പോഴും ന്യായീകരിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ തെറ്റുകളെ ന്യായീകരിക്കുന്ന വിധത്തിൽ ആധുനിക ചിന്താരീതികളും എല്ലാ നിയമങ്ങളും ഒക്കെ ആയിത്തീർന്നിട്ടുമുണ്ട്. അപ്പം നമുക്കെപ്പോൾ വേണമെങ്കിലും, നമ്മുടെ ഏത് തരത്തിൽ വേണമെങ്കിലും
നമ്മുടെ പാപത്തിൻ്റെ സാഹചര്യങ്ങളെ മനുഷ്യരുടെ മുമ്പിലും ലോകത്തിൻ്റെ മുമ്പിലും ന്യായീകരിച്ച് നമുക്ക് രക്ഷപ്പെടാം. പക്ഷേ ദൈവത്തിൻ്റെ കോടതിയുടെ മുമ്പിൽ നമുക്കൊരിക്കലും നമ്മുടെ തെറ്റുകളെ ന്യായീകരിച്ച് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ നീതീകരണമല്ല, തമ്പുരാൻ്റെ മുമ്പിൽ എപ്പോഴും വേണ്ടത് പശ്ചാത്താപമാണ്. നാമാൻ്റെ കുഷ്ഠം നിനക്കും നിൻ്റെ സന്തതികൾക്കും എന്നേക്കുമായി വന്നു ചേരും. ചോദിച്ചു വാങ്ങിയ ഒരു ശാപമാണിത്. വളരെ മാന്യമായിട്ട് പ്രവാചകൻ്റെ ശിഷ്യനായിട്ട് ആധ്യാത്മിക ചൈതന്യത്തിൽ നിറഞ്ഞ് പ്രവാചകനെപ്പോലെ ജീവിച്ച ഒരു മനുഷ്യൻ, അവൻ പോയി ശാപം ചോദിച്ചു വാങ്ങി. അങ്ങനെ ചോദിച്ച് വാങ്ങിയ ശാപവുമായിട്ട് പിന്നീട് അവൻ നീങ്ങുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ ചോദിച്ചു വാങ്ങിയ ഒരുപാട് ശാപങ്ങളും ചോദിച്ചു വാങ്ങിയ ജീവിതത്തിലെ തകർച്ചകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിവിധങ്ങളായ ആർത്തികൾ കൊണ്ട് നമ്മളും സമ്പാദിച്ചു വയ്ക്കാറുണ്ട്. ഗേഹസി അവിടെ ഒന്നും കൂടി ചിന്തിച്ചിരുന്നെങ്കിൽ ഞാനത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പ്രവാചകൻ വേണ്ട എന്ന് പറഞ്ഞു വിട്ടത് ഞാൻ പിന്നാലെ ചെന്ന് ചോദിച്ചു വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ, പ്രവാചകൻ്റെ ആ ചൈതന്യം അവനിൽ അല്പമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും അത് സംഭവിക്കില്ലായിരുന്നു. ഈ പ്രവാചകൻ്റെ കൂടെ എത്രത്തോളം കാലം ജീവിച്ചിട്ട് ആ ശിഷ്യന് ഒരിക്കലും ആ പ്രവാചകൻ്റെ ചൈതന്യം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞില്ല എന്നുള്ളതാണ് ഒരു സത്യം. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മളും എത്രത്തോളം സുവിശേഷ പ്രഘോഷണങ്ങൾ കേട്ടാലും എത്രത്തോളം ധ്യാനമന്ദിരങ്ങൾ കയറി ഇറങ്ങിയാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വ്യത്യാസം വരുന്നില്ല എങ്കിൽ നമുക്കൊരിക്കലും ദൈവാനുഗ്രഹം പ്രാപിക്കുക സാധ്യമല്ല. നമുക്കൊരുപാട് പാഞ്ഞു നടക്കലല്ല വേണ്ടിയത്, ഒരുപാട് ധ്യാനകേന്ദ്രങ്ങൾ കയറിയിറങ്ങുകയല്ല വേണ്ടിയത്. സഭ നൽകുന്ന കുദാശകളും വിശുദ്ധ ഗ്രന്ഥവും ദൈവത്തിൻ്റെ കൽപ്പനകളും പാലിച്ച് ജീവിക്കുകയാണെങ്കിൽ ഒരു ധ്യാനകേന്ദ്രത്തിലും ഒരുപാട് കയറിയിറങ്ങേണ്ട ഒരാവശ്യം നമുക്ക് വരുന്നില്ല. നമുക്ക് വരുന്നത് ആപത്തിൽ പെട്ട് കഴിയുമ്പോൾ, രക്ഷപ്പെടാൻ വയ്യാത്ത കുടുക്കിൽപ്പെട്ട് കഴിയുമ്പോൾ ഊരിക്കിട്ടുവാനാണ് നമ്മൾ ഇത്തരത്തിൽ ഓടിപ്പാഞ്ഞ് നടക്കുന്നത്. സഭയുടെ കൂദാശകളെല്ലാം സ്വീകരിച്ച് വിശുദ്ധ കുർബാനയിലും പങ്കെടുത്ത് ദൈവത്തിൻ്റെ കൽപ്പനകളും തിരുസഭയുടെ കൽപ്പനകളും അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനും ഒരിക്കലും ധ്യാനകേന്ദ്രത്തിൽ കയറിയിറങ്ങേണ്ട ഒരാവശ്യം വരാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ടത്, ഈ പ്രവാചകൻ്റെ കൂടെ ജീവിച്ച ശിഷ്യന് ഒരു നന്മയും പ്രവാചകനിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റാതെ പോയി. പ്രവാചകനിൽ നിന്ന് അവനൊന്നും പഠിച്ചില്ല. ഇതുപോലെ നമ്മുടെ ജീവിത സാഹചര്യത്തിലും ഏതെല്ലാം നന്മകളിലൂടെ നമ്മുടെ ചുറ്റുപാടുകൾ എന്തൊക്കെ നന്മകൾ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ ജീവിതത്തെ സ്പർശിക്കണമെന്നില്ല. നമ്മുടെ ജീവിതത്തെ സ്പർശിക്കണമെങ്കിൽ ആന്തരികമായ ഒരു പരിവർത്തനം, ദൈവത്തോടൊരു വിശ്വസ്തതയും നമുക്കുണ്ടെങ്കിലേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ദൈവിക മനുഷ്യനായ നീ ഇവയിൽ നിന്ന് ഓടി അകലണം. നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവ ഉന്നം വയ്ക്കുക. വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ വിളി എന്താണ്? വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുക, നിത്യജീവനെ മുറുകെ പിടിക്കുക. ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വിളി ലഭിച്ച നമ്മൾ ഗേഹസിയുടെ മനോഭാവത്തിൽ ജീവിച്ചാൽ ആ അവസ്ഥ നമുക്കൊരിക്കലും ചിന്തിക്കാൻ വയ്യാത്ത ഒരവസ്ഥയായിരിക്കും. ഗേഹസിക്ക് മാത്രമല്ല, അവൻ്റെ കുടുംബത്തിനും വലിയൊരു നാശം വന്നു ചേർന്നു. നമുക്ക് ഓരോരുത്തർക്കും ദൈവിക മനുഷ്യരായി തീരുവാനായിട്ട് പരിശ്രമിക്കാം. ഒരാത്മീയ കരുത്ത് നമുക്ക് ഇതിനാവശ്യമാണ്. ഈ തിന്മകളെല്ലാം ഉപേക്ഷിക്കാൻ പ്രഭാഷകൻ്റെ പുസ്തകം 31-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ട് അത് ചെയ്യാത്തവനും ആരുണ്ട്? അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. പ്രഭാഷകൻ 31:10, പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്? അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തിന്മ പ്രവർത്തിക്കാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും അത് വേണ്ട എന്ന് വെച്ച് ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും എന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് കൊടുക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 21-ാമത്തെ വചനം പറയുന്നു,
ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. ദൈവം നിറച്ചു തരുന്ന ഭണ്ഡാരങ്ങളോടുകൂടെ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ ഓർമ്മപ്പെടുത്തുന്ന പോലെ വിശ്വാസം, സ്നേഹം, വിശ്വാസ സ്ഥിരത, ഇതിലെല്ലാം അടിയുറച്ച് ജീവിക്കുവാൻ നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള തമ്പുരാനെ, അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തെ കാണാനും അങ്ങയുടെ രാജ്യത്തിനു വേണ്ടി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാക്കളെ വിശുദ്ധിയോടെ സൂക്ഷിക്കാനും കറ കൂടാതെ ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ കറ പുരളാതിരിക്കാൻ പരിശുദ്ധയായ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.